സജീവൻ കുരീച്ചിറയാണ് ഇപ്പോൾ സംസാരിച്ചത്. ആന്റോ അഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോസ് വെള്ളൂരിന്റെ ഒപ്പം തന്നെയാണ് ആന്റോ നമുക്കൊപ്പം ഉള്ളത്. ആന്റോ, വെരി ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ആന്റോ? വെരി ഗുഡ് ഈവനിങ്. ഇന്ന് ഇവിടെ സംഭവിച്ചത്, ചാനലുകളിൽ നമ്മൾ പലരും ഇങ്ങനെ തല്ല് നടന്നോ എന്ന് വിളിച്ച് ഞങ്ങളോട് ചോദിച്ചു. പക്ഷെ അങ്ങനെ ഒരു സംഭവം DCC ഓഫീസിൽ നടന്നിട്ടില്ല. ഇവിടെ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ആന്റോയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളുടെ സ്ക്രീൻ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ആന്റോ, ഇല്ല, ദൃശ്യം ഞാൻ കാണുന്നില്ല. ആന്റോ നോക്കൂ, ആ ദൃശ്യങ്ങളിൽ ഒരു സംഘടന നടന്നിട്ടുണ്ട്. അത് ആ സംഘടനം നടന്നത് ഒന്നും കൂടെ താങ്കൾ കാണണം. DCC ഓഫീസിന്റെ പുറത്തു നിന്നും വന്ന ആളുകൾ, സജീവൻ കുരിയച്ചിറയുടെ ആളുകൾ DCCയുടെ സ്റ്റെപ്പ് കയറി വന്ന് ഇവിടെയുള്ള ഒരു KSU ഭാരവാഹിയെ ബലമായി പിടിക്കുന്നതാണ് ദൃശ്യം. നിങ്ങൾ ഒന്നുകൂടെ നോക്ക്, അതിൽ കാണാൻ പറ്റും. ഈ DCC ഓഫീസിലുള്ള ഒരാള് തിരിച്ച് അവിടെ ആരെങ്കിലും മർദ്ദിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾക്ക് ആരോപണമില്ല. നിങ്ങളുടെ സെക്രട്ടറിയുടെ ആരോപണം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു ആരോപണമില്ല. ഒരു ദൃശ്യം നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് നല്ല ആർക്കും കിട്ടില്ല. കാരണം ദൃശ്യങ്ങൾ കിട്ടാത്തത് വെച്ചാണോ ഇടിച്ചത്? ഞങ്ങൾ ആരെയും ഈ DCC ഓഫീസിലുള്ള ഞാൻ പറയുന്നത് സത്യമാണ്, വിശ്വസിക്കൂ. ഈ DCC ഓഫീസിലുള്ള ഒരാളും ആരെയും മർദ്ദിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാണ് സജീവൻ കുരിച്ചിറ? അപ്പൊ ഈ സജീവൻ കുരിച്ചിറ പറഞ്ഞത് കള്ളമാണോ? സത്യമായിട്ടും ഞങ്ങൾക്കറിയില്ല. സജീവൻ കുരിയച്ചിറ അവിടെ താഴെ KSU പ്രവർത്തകരുമായിട്ട് തർക്കിക്കുന്ന ഒരു രംഗം ഉണ്ടായി. എന്തോ കാര്യം പറഞ്ഞ് തർക്കിക്കുന്ന രംഗമുണ്ടായി. അങ്ങനെയാണ് അവിടേക്ക് മറ്റു പാർട്ടിയുടെ ആളുകൾ വരുന്നത്. സജീവൻ കുറിച്ചിട്ട് സംസാരിക്കല്ലേ, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നാണ് ഇടപെട്ട്. ആ സമയത്ത് ആന്റോ DCC ഓഫീസിൽ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടായിരുന്നോ? എങ്ങനെ? ആന്റോ ആ സമയത്ത് DCC ഓഫീസിലുണ്ടോ? ഞാൻ DCC ഓഫീസിലുണ്ട്. അല്ല, അപ്പോ എൻ്റെ അടുത്ത് ഇപ്പോൾ സജീവൻ കുരിച്ചിറ സംസാരിച്ച് കേട്ട് കാണുമല്ലോ. ആദ്യം താഴേക്ക് വരുന്നു, താഴേക്ക് വരുമ്പോൾ ജോസ് വെള്ളൂർ വന്ന് സംസാരിക്കുന്നു, അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം താഴേക്ക് ജോസ് വെള്ളൂർ ഇറങ്ങി വന്ന് ഈ സജീവൻ കുരിച്ചിറയും സജീവൻ കുരിച്ചിറയുടെ ഒപ്പം നിന്നയാളെയും മർദ്ദിക്കുകയാണ് ചെയ്തത്. കഴുത്തിന് കുടിക്കുന്നു, ആളുകൾ പിടിച്ചു എന്നാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല, സജീവൻ കുരിച്ചിറനെ ആരും മർദ്ദിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നുണയാണ്. ഒരാളും DCC പ്രസിഡന്റ് ആക്രമിച്ചുവെന്ന് സജീവൻ കുരിച്ചിറ പറയുന്നത് നുണയാണ്. അത് സജീവൻ കുരിയച്ചിറ പറയുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശം കൊണ്ടായിരിക്കും. സജീവൻ കുരിയച്ചിറനെ ഇവിടത്തെ ആരും മർദ്ദിച്ചിട്ടില്ല, ഒരിക്കലും മർദ്ദിക്കില്ല. ഈ അടി കിട്ടിയത് ആർക്കാണ്? അവിടെ ഉള്ള KSU പ്രവർത്തകർക്കാണോ? അതെ, സജീവൻ കുരിയച്ചിറ പലരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്ന ആരോ DCC ഓഫീസിന്റെ സ്റ്റെപ്പ് കയറി വന്ന്, അതിൽ പലരും ചിലർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. അതിൽ ആരോ ഒരാൾ സ്റ്റെപ്പ് കയറി വന്ന് KSUവിന്റെ ഒരു ഭാരവാഹിയെ ബലം പിടിച്ച് കൊണ്ടുപോകുന്നത്, മർദ്ദിക്കാൻ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് വിഷ്വൽ അതാണ് അവിടെ നടന്നത്. ആ ചെക്ക് ഷർട്ടിട്ട ആളെന്ന് പറയുന്നത് സജീവൻ കുരിയച്ചിറയുടെ ആളാണോ? അല്ലല്ലോ, KSU ആണല്ലേ? KSU ഭാരവാഹിയാണ്. ആ KSU ഭാരവാഹിയെ മർദ്ദിച്ചത് സജീവൻ കുരിയച്ചിറയുടെ നിർദ്ദേശപ്രകാരം ആരോ ആണ്. അതാണ് അവിടെ നടന്ന തെറ്റ്. നീല ബനിയനുമായിട്ടിരിക്കുന്ന ഒരാൾ. അതെ, അവര് വന്നിട്ടുള്ളത് ആണ് DCCയിലുള്ള ആൾക്കാരല്ല. അല്ലല്ല, അവര് പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അത് സജീവൻ കുരിയച്ചിറയ്ക്ക് അവരാരാണ്? അത് സജീവൻ കുരിയച്ചിറയുടെ ആൾക്കാരാണല്ലേ? അതിന്റെ ക്ലീൻ വിഷ്വൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു. ആ വിഷ്വൽസും കൂടി നമുക്ക് ജെയ്സന് കൊടുത്തോളൂ, നമുക്കത് സംപ്രേഷണം ചെയ്യാം. എന്താണ് സംഭവിച്ചതെന്ന് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് K കരുണാകരൻ്റെ പേരുള്ള DCC ഓഫീസിലെ ഉള്ളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളും പ്രേക്ഷകർ കേട്ടു. ഒന്ന് DCC സെക്രട്ടറിയുടേത്, മറ്റൊന്ന് DCC പ്രസിഡന്റിനോടൊപ്പം നിൽക്കുന്ന ആന്റോ അഗസ്റ്റിൻ്റെ പ്രതികരണവും പ്രേക്ഷകർ ഇപ്പോൾ കേട്ടുകഴിഞ്ഞു.